Hello beautiful ladies, welcome to the channel. Today I am here with full of energy. എന്തൊക്കെയാണ് വിശേഷം? അപ്പം 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരാറുണ്ടല്ലേ. നമ്മളെല്ലാവരും പൊതുവെ ഇന്ത്യൻസിനെ കുറിച്ചിട്ട് പറയുക ആതിഥ്യ മര്യാദയുള്ള ആളുകൾ എന്നാണ്. അപ്പം നമുക്ക് ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്നൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, നിങ്ങളൊക്കെ നല്ല ആതിഥ്യ മര്യാദയുള്ള ആളുകളായിരിക്കാം. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഗസ്റ്റ് വരുന്നതിൻ്റെ ആ ഒരു ഘട്ടങ്ങളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന്, ഗസ്റ്റ് വരുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം, ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ടൈം, പിന്നെ അവർ പോകുന്ന ആ ഒരു ടൈം. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ പറയുന്നത് ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ള സമയത്തിനെ കുറിച്ചാണ് കേട്ടോ. അതിൽ നമുക്ക് നോക്കേണ്ട കാര്യം, ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുവെന്ന് നമ്മൾ നേരത്തെ നമ്മളടുത്ത് വിളിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പം വിളിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളോട് അത്രയും താല്പര്യമുള്ള ആളുകളായിരിക്കും നമ്മളുടെ അടുത്തേക്ക് വരാനും അതേപോലെ നമ്മുടെ എപ്പോൾ ആണെങ്കിൽ സ്റ്റേ ചെയ്യാനും ആഗ്രഹിക്കുന്നത് അല്ലേ. ചില ആളുകൾ സ്റ്റേ ചെയ്യും, ചില 2-3 ദിവസം സ്റ്റേ ചെയ്യും. ഞങ്ങളൊക്കെ ഇവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പം 2-3 ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, അവരെപ്പോഴാണ് വരുന്നത്, ഏത് ദിവസമാണ് വരുന്നത്, അതേപോലെ അവർ എങ്ങനെയാണ് വരുന്നത്. അതായത് ബാംഗ്ലൂരേക്കൊക്കെ വരികയാണെങ്കിൽ ബൈ ട്രെയിൻ വരാം, അല്ലെങ്കിൽ ബൈ ബസ് വരാം. എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് എപ്പോഴാണ് കയറുന്നത്, എപ്പോഴാണ് അവർ നമ്മുടെ സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പിന്നെ അവർ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ലൊക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിവിടെ നിങ്ങൾ വണ്ടി ഇറങ്ങ്, ബാംഗ്ലൂർ വന്നിട്ട് വണ്ടി ഇറങ്ങ്, അതിന് ശേഷം ഞങ്ങൾ അഡ്രസ്സ് പറഞ്ഞു തരാമെന്ന് പറയല്ല വേണ്ടത്. അതിന് മുമ്പ് തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻസ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അവർക്ക് പിന്നെ അവരോട് പറയാം, ഇന്ന വണ്ടികളുണ്ട്, നമുക്കെന്നെ വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഇന്ന വണ്ടികൾ ഇന്ന സമയങ്ങളിലുണ്ട്. കാരണം എല്ലാവരും ചിലപ്പം ഇവിടേക്ക് ഇത്ര ദൂര സ്ഥലങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. അപ്പം വരുന്ന സമയത്ത് ചിലപ്പം അറിയുണ്ടാവില്ല, നമുക്ക് വഴി കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല, എവിടെ ഇറങ്ങേണ്ടത്, ഏത് ബസ്സിനാണ് കയറേണ്ടത്, എങ്ങനെയുള്ള ബസ് എങ്ങനെ ബുക്ക് ചെയ്യാം ഒന്നും അറിയണ്ടാവില്ല. വേണമെങ്കിൽ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ലിങ്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം റെഡ് ബസ് പോലത്തെ പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെത് വേണമെങ്കിൽ നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ഇന്ന സമയമാകുമ്പോൾ വണ്ടി എത്തും എന്നുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് അവർ എവിടെയാണോ ബസ് ഇറങ്ങുന്നത് അവിടെ പോയിട്ട് പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അവർക്ക് നമുക്ക് പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവരോട് കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻസ് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് അവരെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പറയാം. കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കണം. അതേപോലെ അവരോടും അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവരുടെ ലൊക്കേഷൻസ് നമുക്കും ഷെയർ ചെയ്യാൻ, അതായത് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയാം. നമുക്കതിൽ നോക്കാം. അവർ കൃത്യമായിട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ വീടിൻ്റെ ഏകദേശം കുറച്ച് ദൂരമുള്ള സ്ഥലം, അല്ലെങ്കിൽ കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് പിക്ക് ചെയ്തിട്ട് വരാം, അവരെ കൂട്ടിയിട്ട് വരാം. അതുപോലെ തന്നെ വന്നതിന് ശേഷം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തണം. അതായത് അവർ വന്നു കഴിഞ്ഞാൽ അവരെവിടെ കടത്തും, വന്നതിന് ശേഷം നമ്മൾ കൺഫ്യൂഷനായി കളിക്കരുത്. വന്നു കഴിഞ്ഞാൽ അവരെവിടെയാണ് കടത്തുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ബെഡ്ഷീറ്റ്, അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടവൽ, തോർത്ത്, കുളിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു തോർത്ത്, സോപ്പ്, പേസ്റ്റ്, ഇതുപോലെയുള്ള സാധനങ്ങൾ വേണം. അല്ലാതെ എല്ലാം ഞെക്കി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പേസ്റ്റും സോപ്പും എടുത്തിട്ട് കൊടുക്കരുത് അവർക്ക്. അതുപോലെ സ്ക്രബ്, എന്തൊക്കെ ബാത്റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച്, നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കൊടുക്കാം. അതിപ്പം ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഭയങ്കര സംഭവമായിട്ടുള്ള കൊടുക്കുന്നതല്ല, 10 രൂപയുടെ സോപ്പായാലും മതി, നിങ്ങളെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ തേച്ച് നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞ് നമ്മളെ മക്കളൊക്കെ ഉപയോഗിച്ച് അലിച്ച് വെച്ച സാധനം എടുത്തിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ്
നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് അവർ വരുമ്പോൾ തന്നെ വരുന്നതിന് മുമ്പ് അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അവർക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ഇഷ്ടം എന്നുള്ളത്. ചിലർ ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ. ഡയറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഫുഡാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പം അവർക്ക് ആ തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കാനും കൊടുക്കാനും ശ്രദ്ധിക്കുക. അല്ലാതെ ഞങ്ങളിവിടെ ഇങ്ങനത്തെ ഫുഡൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നിങ്ങളിതും കഴിച്ചിട്ട് പോകുമെന്ന് പറയുന്നത് ഒരു മര്യാദയല്ല, നമ്മുടെ ഒരു ആദ്യത്തെ മര്യാദയിൽ പെടുന്ന കാര്യമല്ല. ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, അതുകൊണ്ട് അങ്ങനെ കഥച്ചുകൊണ്ട് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, അവർക്ക് വന്നതിന് ശേഷമാണെങ്കിലും കിടക്കാനുള്ള സ്ഥലം, ഞാൻ പറഞ്ഞല്ലോ, കിടക്കാനുള്ള സ്ഥലം, നല്ല ബെഡ്ഷീറ്റ്, പിന്നെ തണുപ്പുള്ള സമയമാണെങ്കിലും ചൂടുള്ള സമയമാണെങ്കിലും അതിനനുസരിച്ച് പുതയ്ക്കാനുള്ള. അപ്പോൾ ചൂടുള്ള സമയമാണെങ്കിൽ അനുസരിച്ചുള്ള ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് ആയാലും മതി പുതയ്ക്കാൻ വേണ്ടി. അല്ലാത്ത സമയത്ത് നല്ല വൂളൻ പോലത്തെ സാധനങ്ങൾ നമുക്ക് പുതയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. പിന്നെ അവർക്ക് ഫാൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റൂമിൽ ഫാൻ ഇല്ലെങ്കിൽ നമുക്കൊരു ഫാൻ എക്സ്ട്രാ ആയിട്ട് അവിടെ കൊണ്ടുവയ്ക്കാം. നമ്മൾ മറ്റു റൂമുകളിലുള്ള ഫാനോ ഡൈനിങ് ഹാളിലുള്ള ഫാനോ എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് അത് കൊണ്ടുവച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ അവർ ഉറങ്ങുന്ന സമയത്ത് വെള്ളം അവർക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ റൂമിൽ പോയി വാതിലും അടച്ച് കിടന്നു കഴിഞ്ഞാൽ വെള്ളം എവിടെയാണ്, എങ്ങനെയാണ്, ഏത് വെള്ളം യൂസ് ചെയ്യേണ്ടത്? ഇവിടെയൊക്കെ നമ്മൾ പൈപ്പിലത്തെ വെള്ളമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പൈപ്പിലത്തെ വെള്ളം വെച്ചാൽ ഫിൽറ്ററിലെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഫിൽറ്റർ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാട്ടിൽ ചിലപ്പം സാധാരണ പൈപ്പിലത്തെ വെള്ളം ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം അതുകൊണ്ട് അത് ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളം നമ്മൾ കൃത്യമായിട്ട് ഇപ്പം അവരുടെ റൂമിൽ തന്നെ ഒരു ബോട്ടിലിൽ അല്ലെങ്കിൽ ഒരു ജഗ്ഗിൽ വെള്ളം നമ്മൾ കൊണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ചൂടാക്കിയ വെള്ളം നമ്മൾ കൊണ്ടുവച്ച് കൊടുക്കുക. പിന്നെ രാത്രിയിൽ ചൂടുവെള്ളം ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് തെർമൽ ഫ്ലാസ്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൊണ്ടുവച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഏത് ഫുഡാണ്, ഏത് തരത്തിലുള്ള ഫുഡാണെന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ പകൽ സമയങ്ങളിലാണെങ്കിൽ അവർക്ക് ചെറിയ കുട്ടികൾ അവരുടെ കൂടെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം ചെറിയ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ചിലപ്പം ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. നമ്മുടെ വീട്ടിൽ ചിലപ്പം കുട്ടികളില്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവർക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സ്നാക്സോ ബിസ്ക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കുക എന്നുള്ളത് അർജൻറ്റായിട്ട് നമ്മൾ ചെയ്യണം. കാരണം വരുന്നവരെ പട്ടിണിയാക്കരുത് കേട്ടോ. അത് നമ്മൾ ചിലപ്പം പട്ടിണി എടുക്കുന്നുണ്ടാവും, പക്ഷേ വരുന്നവരെ പട്ടിണിയാക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള സ്നാക്സ് കാര്യങ്ങൾ എന്തായാലും ആക്കണം. വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കാൻ നിൽക്കരുത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് വാങ്ങി വെക്കണം. പിന്നെ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പം നൂഡിൽസോ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കുട്ടികളായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വാങ്ങി കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ വാങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല. ഞങ്ങൾ രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിച്ചാൽ രാത്രിയാണ് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ട് പിറ്റേന്ന് പോകുന്ന ആൾക്കാരാണെങ്കിലൊക്കെ കുഴപ്പമില്ല. 2-3 ദിവസം നിന്നിട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണെന്നല്ല ഞാൻ പറയുന്നത്. തൊട്ടടുത്തായിട്ട് വല്ല പാർക്കുകളോ ബീച്ചോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ആൾക്കാരാണെങ്കിൽ ടെമ്പിളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് കാണിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ വീടിനടുത്തായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോയിട്ട് കാണിക്കുക കേട്ടോ. അത് നമ്മുടെ ഒരു മര്യാദയിൽ പെടുന്ന കാര്യമാണ്. അപ്പം അതും നമ്മുടെ എക്സ്പെൻസിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ വീട്ടിൽ ആൾ വന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ സംഭവം കൊണ്ടിട്ട് കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ അതിൽ കാര്യമില്ല. നമുക്ക് പറ്റുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം അവർക്ക് പ്രത്യേകമായിട്ട് സമയത്തിന് നമുക്ക് പറ്റുന്ന ഭക്ഷണം ഏറ്റവും നല്ലതായിട്ട് കൊടുക്കാൻ വേണ്ടി ഹൈജീനിക്കായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുള്ള പാത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള നമ്മളിരിക്കുന്ന സ്പേസ് ആണെങ്കിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ആരെയും മടുപ്പുണ്ടാക്കുന്ന വിധത്തിൽ ആവരുത്. അതുപോലെ മാക്സിമം അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ.
നമ്മൾ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, മാക്സിമം നമ്മൾ സന്തോഷമായിട്ട് തന്നെ അവരെ വെച്ചിരിക്കുക എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം. അതായത് വരുന്ന ആൾക്കാരെ വെറുപ്പിച്ച് വിടരുതെന്ന് അർത്ഥം, മനസ്സിലായില്ലേ? പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് ഉണ്ടായിട്ടുള്ള അവരിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത് തന്നെ ചിലപ്പോൾ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മളെ റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും അങ്ങനത്തെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ഒരാളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശത്രുത നമ്മൾ മനസ്സിൽ വെച്ചിരിക്കാതിരിക്കുക. നമ്മൾ ആ കാര്യങ്ങൾ മറന്നിട്ട് ആ സമയത്ത് നമ്മളുടെ ഗസ്റ്റാണ് എന്നുള്ളത് മാത്രമേ നമ്മൾ മനസ്സിൽ വിചാരിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും അവർ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സ് എടുക്കാതെ വന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അല്ലാതെ കീറിയതും ഭയങ്കര മുഷിഞ്ഞതും നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വിട്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സുകൾ കൊടുക്കാതിരിക്കുക. വരുന്നവരെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പം അങ്ങനെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് അവരുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ വണ്ടി വിളിക്കുകയാണെങ്കിൽ വണ്ടി ഒന്ന് വിളിച്ചു കൊടുക്കുക. അതേപോലെ അവരുടെ ലഗേജൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. വണ്ടിയുടെ അടുത്തേക്ക് അവരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യുക, ഒന്ന് നടന്ന് ചെല്ലുക. ഇതൊക്കെ അവരിലും സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു മറക്കാത്ത അനുഭവം ആക്കിയിട്ട് നമ്മൾ മാറ്റണം. അല്ലാതെ ഇനി ഒരിക്കലും ആ വഴിക്ക് പോവില്ല എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വന്ന് പോകുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ അവർ തിരിച്ചെത്തിയതിന് ശേഷമാണെങ്കിലും, മൂന്നാമത്തെ ഘട്ടമാണ് ഞാൻ പറയുന്നത്, അവർ തിരിച്ചെത്തിയിട്ടാണെങ്കിലോ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു താമസം, നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ, ഞങ്ങൾ ഇത്രയും ദിവസം ചെയ്തെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് അവരുടെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം അവർ അതിനനുസരിച്ചിട്ട് പറയും. കുഴപ്പമില്ല എന്നാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. അപ്പം നല്ല രീതിക്ക് ചെയ്തു കൊടുത്ത ആൾക്കാർക്ക് അത് ചോദിക്കാനും തോന്നുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ചെയ്തു കൊടുക്കുക. അവരിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള വാക്കുകളും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളുമാണ് നമ്മൾ കൊടുത്തതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ടേക്ക് കെയർ.